അപ്പോൾ ഇതിൻ്റെ മോട്ടർ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടറിന് കുഴപ്പമൊന്നുമില്ല. ഇത് പുതിയതായതുകൊണ്ടാണ് കേട്ടോ കപ്പാസിറ്റർ ഇവിടെ ഇരിക്കുന്നത്. പഴയതൊക്കെ ആണെങ്കിൽ കപ്പാസിറ്റർ ഇങ്ങനെ ഈ ഹെഡിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ആദ്യം നമ്മുടെ ഈ ഫാൻ ശരിയാക്കാനായിട്ട് എനിക്ക് ആകെ വന്ന ചിലവെന്ന് പറയുന്നത് 35 രൂപയാണ്. 35 രൂപയുടെ കപ്പാസിറ്റർ മാറ്റിയിട്ട് ഞാൻ ഫാൻ ശരിയാക്കി. അങ്ങനെ ചെയ്യണം കേട്ടോ. അതല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ അഴിച്ച് പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. എന്നിട്ട് അതാത് കളറ് അഴിക്കുന്ന കളറ് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ കാവ്യാണ്. ഞാനിന്ന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എസ്പെഷ്യലി നമ്മുടെ വീട്ടമ്മമാർക്ക്. അത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ടേബിൾ ഫാൻ ഉണ്ടാവും. അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് കുറയുക, അതല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റക്ക് ആവുക, ഒരു ചെറിയ മൂളൽ വരിക, അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒന്നുകിൽ ഇലക്ട്രോണിക്സ് കടയിൽ കൊടുത്തിട്ട് ശരിയാക്കിക്കും. അതല്ലാന്ന് വെച്ചാൽ അത് അവിടെ ഒരു ഭാഗത്ത് വയ്ക്കും. കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ കുപ്പിയും പാട്ടിയും പറക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊടുത്ത് കളയും. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും എങ്ങനെ ഉപയോഗിക്കാം, എന്താണ് ഇതിന് പറ്റണമെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതേ നമ്മുടെ ഫാനിൻ്റെ എക്സ്റ്റൻഷൻ ബോർഡിൽ കുത്താണ്. കുത്തി ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നോക്കിക്കോട്ടാ. ഒരു മൂളൽ മാത്രമേ ഉള്ളൂ. മൂളൽ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഫാനിൻ്റെ പങ്ക കണ്ട നല്ല സ്ലോ മോഷനിൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൂളൽ ബൂം എന്നുള്ളൊരു മൂളൽ മാത്രമാണുള്ളത്. കേൾക്കുന്നുണ്ടോ? അപ്പോൾ അത് നമുക്കിന്ന് ശരിയാക്കാം കേട്ടോ. ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതാ ഇവിടെ ഒരു 5-6 സ്ക്രൂ ഉണ്ട്. അത് അഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മോട്ടർ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടറിന് കുഴപ്പമൊന്നുമില്ല. ഇത് പുതിയതായതുകൊണ്ടാണ് കേട്ടോ കപ്പാസിറ്റർ ഇവിടെ ഇരിക്കുന്നത്. പഴയതൊക്കെ ആണെങ്കിൽ കപ്പാസിറ്റർ ഇങ്ങനെ ഈ ഹെഡിൻ്റെ ഇവിടെ ഈ ഭാഗത്തായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ആദ്യം ചില ഇതിൻ്റെ ഇത് ഇങ്ങനെ കണ്ട ഈ സ്റ്റാറിന് പകരം ഫ്ലാറ്റ് ആയിരിക്കും കേട്ടോ. സ്റ്റാർ തന്നെ ആവണമെന്നില്ല എല്ലാത്തിനും. നമ്മളിതേ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് തുറന്നിട്ടുണ്ട്. ഇതേ കണ്ട, ഇതാണ് കപ്പാസിറ്റർ. ഇതാണ് കംപ്ലൈൻറ്റ് വരുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് ചേഞ്ച് ചെയ്യാനായിട്ട് പോണത്. ഇതാണ് കേട്ടോ നമ്മുടെ കപ്പാസിറ്റർ. ഇത് ഓരോ ഫാനിനും വ്യത്യസ്തമായിട്ടുള്ളത് ഉണ്ടാവും. അപ്പം നമ്മുടെ ഫാനിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഇത് എത്രയാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ഇതാ അഴിച്ചെടുക്കുകയാണ്. ഇത് അതിൻ്റെ ടാപ്പ് നമ്മൾ ചുറ്റി വെച്ചിട്ടുള്ള ടാപ്പ് പതുക്കെ അഴിച്ചെടുക്കുകയാണ്. അത് പിടിച്ച് വലിച്ച് ധൃതി പിടിക്കുകയൊന്നും ചെയ്യരുത്. ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ക്ഷമയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ സാവധാനത്തിൽ അതൊന്ന് ഇങ്ങനെ അഴിച്ചെടുക്കുക. നമ്മൾ ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുള്ള ഇതൊക്കെ പൊട്ടിപ്പോവാൻ അല്ലെങ്കിൽ അതെന്തെങ്കിലും പ്രോബ്ലം ആവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രശ്നം നമ്മൾ പിടിച്ച് വലിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര പ്രശ്നവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് വലിക്കരുതേ. സാവധാനത്തിൽ ഇങ്ങനെ അഴിച്ചെടുത്തോളൂ. നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് അഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഏത് പൊസിഷനിലാണ് ഇരിക്കണത് എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെക്കണം കേട്ടോ. ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സെയിം കളറുകൾ അല്ലാതെ ഒന്നിച്ച് ഇത് അഴിച്ച് വിടരുത്. ഓരോന്ന് അഴിച്ചിട്ട് നമ്മുടെ കപ്പാസിറ്റർ അഴിച്ചിട്ട് ഏതൊക്കെ കളറാണോ എന്നുള്ളത് ജോയിൻറ്റ് മാറ്റണത് ആ കളർ അതുമ്പോൾ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യണം കേട്ടോ. അതല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ അഴിച്ച് പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെവിടെ വെക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ആദ്യം ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. എന്നിട്ട് അതാത് കളറ് അഴിക്കുന്ന കളറ് ജോയിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതേ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പുതിയ കപ്പാസിറ്റർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടാപ്പ് ഒന്ന് ഇതിൽ ചുറ്റി കൊടുക്കാം. ടാപ്പ് ചുറ്റുമ്പോൾ നല്ല കട്ടിയിൽ വൃത്തിയായിട്ട്, അതായത് നമ്മൾ വയറിൻ്റെ ആ പ്ലാസ്റ്റിക് പൊളിച്ച് കളഞ്ഞിട്ടുള്ളതൊന്നും പുറത്ത് കാണാത്ത വിധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാത്ത വിധത്തിൽ നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കണേ. ഇനി നമ്മളിതേ ഫാൻ കുത്താൻ പോവുകയാണ്. കപ്പാസിറ്റർ വെച്ചിട്ട് നമ്മളിത് അടച്ചിട്ടില്ല കേട്ടോ. സ്ക്രൂ വെച്ച് അടച്ചിട്ടില്ല. നമുക്ക് ഇത് ഓണാക്കി നോക്കിയിട്ട് നമുക്കിതൊന്ന് അടയ്ക്കാം കേട്ടോ. ഇതേ ഓണാക്കുകയാണേ. കണ്ടോ, ഫാൻ റെഡിയായി. നല്ല സ്പീഡിൽ ഇതാ നമ്മുടെ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഫാൻ റെഡിയായി കേട്ടോ. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് ആ മൂളൽ ഇങ്ങനെ വരണത്. അപ്പോൾ
ഈ ഒരൊറ്റ കാര്യത്തിന് നമ്മൾ ചിലപ്പോൾ ഒന്നുകിൽ ഇത് നശിപ്പിച്ച് കളയും, അതല്ല വെച്ചാൽ അവിടെ എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് എമൗണ്ട് ആവും നമ്മൾ റെഡിയാക്കാൻ കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഫാൻ എന്താ നല്ല സുന്ദരമായിട്ട് ഹൈ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മുടെ ഈ ഫാൻ ശരിയാക്കാനായിട്ട് എനിക്ക് ആകെ വന്ന ചിലവെന്ന് പറയുന്നത് 35 രൂപയാണ്. 35 രൂപയുടെ കപ്പാസിറ്റർ മാറ്റിയിട്ട് ഞാൻ എന്താ ഫാൻ ശരിയാക്കി. ഞാൻ മൾട്ടിമീറ്റർ വെച്ചിട്ട് മോട്ടർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോട്ടറിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ നിന്നത്. അപ്പം നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പോൾ ഹസ്ബൻഡൊക്കെ പുറത്തുള്ളവരൊക്കെ ആകുമ്പോൾ വീട്ടിൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ.